ഡോക്ടർ, അതുപോലെ തന്നെ പ്രായം കൂടുന്തോറുമുള്ള സങ്കീർണതകൾ എന്തെല്ലാമായിരിക്കും? ഒരു 30 വയസ്സിന് മുകളിൽ ഗർഭം ധരിക്കുന്നതും ഒരു 30 വയസ്സിന് മുകളിൽ 30 വയസ്സിന് താഴെ ഗർഭം ധരിക്കുന്നതും ഈ 30 വയസ്സിന് മുകളിൽ ഗർഭം ധരിക്കുന്നതും തമ്മിലുള്ള സങ്കീർണതകളുടെ വ്യത്യാസങ്ങൾ എന്തെല്ലാമായിരിക്കും ഡോക്ടർ? നമുക്കെല്ലാം അറിയാം, പ്രായം കൂടുന്തോറും ഓരോ അസുഖങ്ങൾ, ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രഷറിൻ്റെ അസുഖം, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് തുടങ്ങിയ അസുഖങ്ങളെല്ലാം ഓരോ പ്രായം കൂടുമ്പോഴും അതിൻ്റെ ആ ഒരു ഉണ്ടാവുന്ന കൂടുകയാണ് ചെയ്യുന്നത്. അതായത് പ്രഷർ, ഡയബറ്റീസ്, ഹോർമോണിലുള്ള വ്യതിയാനങ്ങൾ, മാസമുറയിലുള്ള വ്യത്യാസങ്ങൾ, അതെല്ലാം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 30 വയസ്സിൽ ഗർഭിണിയാകുമ്പോഴും 35 വയസ്സിൽ മേലെ ഗർഭിണിയാകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ അസുഖങ്ങളുടെ ഒരു ഏറ്റക്കൂടുതൽ തീർച്ചയായിട്ടും കാണുന്നതാണ്. അത് തീർച്ചയായിട്ടും ഗർഭധാരണത്തെയും തുടർന്നുള്ള മാസങ്ങളിൽ, അതായത് ഗർഭധാരണം നടക്കുന്ന ആ 9 മാസവും കുറച്ചും കൂടെ സ്ട്രിക്റ്റായിട്ട് മോണിറ്റർ ചെയ്യേണ്ടി വരും 35 വയസ്സിനുള്ള ഗർഭധാരണം. ഈയുള്ള അമ്മമാരിൽ, 35 വയസ്സിന് മേലെയുള്ള ഗർഭധാരണം ധരിക്കുന്ന അമ്മമാരിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്ത് പ്രഷർ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഷുഗർ വരുന്നുണ്ടോ, ഹോർമോൺസിൽ എന്തെങ്കിലും വ്യതിയാനം വരുന്നുണ്ടോ, കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടോ, മറുപിള്ള എവിടെയാണ്, ഗർഭം അലസൽ, സാധാരണ രീതിയിൽ ഉള്ള ഗർഭം അലസൽ 25 വയസ്സിലും 35 വയസ്സിലും ഇടയ്ക്ക് ഗർഭധാരണം നടക്കുകയാണെങ്കിൽ സാധാരണ ഉണ്ടാവുന്നത് ഏകദേശം ഒരു 5% ആണെങ്കിൽ 35 വയസ്സിന് ശേഷം ഗർഭം അലസാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൂടുതൽ ശ്രദ്ധ വേണം 35 വയസ്സിന് മീതെ ഗർഭധാരണം ആകുമ്പോൾ.